EPFO വരിക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് 2025-2026 സാമ്പത്തിക വർഷത്തെ പലിശപ്പണം ഉടൻ എത്തിച്ചേരും. 8 കോടിയോളം വരുന്ന വരിക്കാർക്കായി 8.25% പലിശ നിരക്കിന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അനുമതി നൽകിയിട്ടുണ്ട്. റീജിയണൽ ഓഫീസുകളോട് പലിശ തുക വരിക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യാൻ EPFO നിർദ്ദേശം നൽകി കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു നാളുകളായി PF പലിശ തുക അക്കൗണ്ടിൽ വരുന്നത് കാത്തിരുന്ന ജീവനക്കാർക്ക് വലിയൊരാശ്വാസമാണ് ഈ തീരുമാനം. മുൻ വർഷങ്ങളിൽ അനുമതി ലഭിച്ചാലും വരിക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പലിശപ്പണം പൂർണ്ണമായും എത്തിച്ചേരാൻ 1-2 മാസമോ അതിൽ കൂടുതലോ സമയമെടുക്കുന്ന ഒരു രീതിയാണ് കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇത്തവണ EPFO തങ്ങളുടെ ഡേറ്റാബേസ് പൂർണ്ണമായും പുതുക്കുകയും സോഫ്റ്റ്വെയർ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ഈ സാങ്കേതിക നവീകരണം വിജയകരമായി പൂർത്തിയായതിനാൽ ഇത്തവണ പലിശ തുക അക്കൗണ്ടുകളിലേക്ക് വളരെ വേഗത്തിലും യാതൊരു തടസ്സമില്ലാതെയും എത്തിച്ചേരുമെന്നാണ് EPFO വ്യക്തമാക്കുന്നത്. ഈ വർഷം മാർച്ചിൽ നടന്ന സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗത്തിലാണ് 2025-2026 സാമ്പത്തിക വർഷത്തെ പലിശ നിരക്ക് 8.25% നിശ്ചയിക്കാൻ EPFO തീരുമാനിച്ചത്. തുടർന്ന് ഈ നിർദ്ദേശം ധനമന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനായി അയക്കുകയായിരുന്നു. ജൂണിൽ ധനമന്ത്രാലയം ഇതിന് അന്തിമ അനുമതി നൽകിയതോടെയാണ് ഇപ്പോൾ വരിക്കാർക്ക് പണം നൽകാനുള്ള ഔദ്യോഗിക സർക്കുലർ ഇറങ്ങിയത്. ഇത് തുടർച്ചയായ 3-ാം വർഷമാണ് EPFO ഇതേ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ശമ്പള വിഹിതത്തിൽ നിന്നും PF അക്കൗണ്ടിലേക്ക് പണം മാറ്റുന്ന രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ശമ്പളക്കാരായ ജീവനക്കാർക്ക് നിലവിലെ വിപണി സാഹചര്യത്തിൽ ഈ മികച്ച പലിശ നിരക്ക് വലിയൊരു സാമ്പത്തിക നേട്ടമാണ് സമ്മാനിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ വരിക്കാർക്ക് തങ്ങളുടെ PF ബാലൻസ് പരിശോധിച്ച് പലിശ തുക അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. മുൻപ് പലിശ അക്കൗണ്ടിലെത്താൻ 1 മുതൽ 2 മാസം വരെ എടുത്തിരുന്ന സാങ്കേതിക തടസ്സങ്ങൾ പുതിയ സംവിധാനത്തിലൂടെ പരിഹരിച്ചു. കേന്ദ്ര സർക്കാർ EPFO വരിക്കാർക്കായി EPF സ്കീം 2026 എന്ന പേരിൽ പുതിയ പരിഷ്കാരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1952 പഴയ നിയമങ്ങൾക്ക് പകരമായി സോഷ്യൽ സെക്യൂരിറ്റി കോഡ് പ്രകാരമുള്ള പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. PF വരിക്കാരെ നേരിട്ട് ബാധിക്കുന്ന പ്രധാന മാറ്റങ്ങളും കേന്ദ്ര സർക്കാരിന്റെ മറ്റ് നിർണായക നീക്കങ്ങളും ഇങ്ങനെയാണ്. ഇനി ക്ലെയിം വൈകിയാൽ ഉദ്യോഗസ്ഥർക്ക് പിഴ ലഭിക്കും. KYC, ആധാർ, പാൻ വിവരങ്ങൾ കൃത്യമാണെങ്കിൽ അപേക്ഷ നൽകി 3 ദിവസത്തിനകം ക്ലെയിം തുക ഓട്ടോ സെറ്റിൽമെന്റ് വഴി അക്കൗണ്ടിലെത്തും. 20 ദിവസത്തിനകം അപേക്ഷ തീർപ്പാക്കിയില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും വരിക്കാരന് 12% പലിശ നഷ്ടപരിഹാരമായി നൽകണം. ഈ തുക വീഴ്ച വരുത്തിയത് PF ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്നാണ് ഈടാക്കുക. പുതിയ EPFO 3.0 അപ്ഡേറ്റ് വഴി വരിക്കാർക്ക് UPI അല്ലെങ്കിൽ ATM വഴി നേരിട്ട് അടിയന്തര ഘട്ടങ്ങളിൽ പണം പിൻവലിക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്നു. പണം പിൻവലിക്കാൻ ഇനി തൊഴിലുടമയുടെ അനുമതി കാത്തുനിൽക്കേണ്ടതില്ല. ഫേസ് ഓതന്റിക്കേഷൻ വഴി സുരക്ഷിതമായി അപേക്ഷിക്കാം. ഓട്ടോ സെറ്റിൽമെന്റ് പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തി. പുതിയ കേന്ദ്ര ബഡ്ജറ്റിലെ പ്രധാന സാമ്പത്തിക തീരുമാനങ്ങൾ നിലവിലുള്ള ഇൻകം ടാക്സ് സ്ലാബുകളിലോ നികുതി നിരക്കുകളിലോ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. സോൺ ഓഡിറ്റ് ബിസിനസ് നികുതിദായകർക്ക് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള തീയതി ഓഗസ്റ്റ് 31 വരെ നീട്ടി നൽകി. വിദേശത്ത് ആസ്തികളുള്ള ചെറുകിട NRI നികുതിദായകർക്കായി അസറ്റ് ഡീക്ലോഷർ പദ്ധതി ശക്തമാക്കി. കമ്പനികൾ ഓഹരികൾ തിരിച്ചു വാങ്ങുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് ഇനി മുതൽ ക്യാപിറ്റൽ ഗെയിൻസ് ബാധകമാകും. കേന്ദ്ര സർക്കാർ പുതിയതായി തുടങ്ങിയ ചില പ്രധാന സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ ഇവയൊക്കെയാണ്. കർഷകർക്ക് അവരുടെ സ്വന്തം ഭാഷയിൽ കൃഷി സംബന്ധമായ വിവരങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത പ്ലാറ്റ്ഫോം നിലവിൽ വന്നു. ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകരെയും സ്വയം സഹായ സംഘങ്ങളെയും സഹായിക്കുന്നതിനായി കമ്മ്യൂണിറ്റി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കും. മുതിർന്ന പൗരന്മാർക്കായി 30 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ക്ലിയർ ടാക്സ് രേഖകൾ പ്രകാരം 8.2% പലിശ നിരക്ക് ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.